ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് 1 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനപ്പെട്ടത് മാത്രം ഡിസ്കസ് ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? അനലൈസ് ദ ഫാക്ടേഴ്സ് ലീഡിങ് ടു ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻ 1789. 1789 ലോകത്തിൽ വലിയൊരു വഴിത്തിരിവായ സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്യൻ ചരിത്രത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. ആൻസർ നമ്മളെങ്ങനെയാണ് പറയുക? The French Revolution of 1789 was a watershed movement in European history. യൂറോപ്യൻ ചരിത്രത്തിൽ ഒരു നിർണായകമായ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, വാട്ടർഷെഡ് മൂവ്മെൻ്റ് ആയിരുന്നു. വാട്ടർഷെഡ് മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്ര സംഭവഗതികളെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു വഴിത്തിരിവ്. ദറ്റ് ഡ്രമാറ്റിക്കലി ട്രാൻസ്ഫോംഡ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ലാൻഡ്സ്കേപ്പ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ഭൂമിശാസ്ത്രത്തെ ആകമാനം നാടകീയമായി മാറ്റിമറിച്ച ഒരു സംഭവം. Several interconnected factors contributed to the eruption of this revolutionary wave. ഈ വിപ്ലവ തരംഗം ആഞ്ഞടിച്ചു, പൊട്ടിപ്പുറപ്പെട്ടു, എറപ്റ്റ് ചെയ്തു. അതിൻ്റെ പിന്നിൽ ഒരുപാട് പരസ്പര ബന്ധിതമായ ഘടകങ്ങളുണ്ടായിരുന്നു. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദം റിക്വയേഴ്സ് എക്സാമിനിങ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ ടൈം. ആ ഫ്രഞ്ച് വിപ്ലവത്തിലെ പൊട്ടിത്തെറിക്കയിലേക്ക് നയിച്ച കാരണങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ യൂറോപ്പിലെയും ഫ്രാൻസിലെയും രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക അവസ്ഥകൾ മനസ്സിലാക്കണം. ഫ്യൂഡൽ സിസ്റ്റമൊക്കെ നിലവിലിരുന്നൊരു സംവിധാനക്രമമായിരുന്നു. ഫ്രഞ്ച് സമൂഹം തന്നെ 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് എന്നിങ്ങനെ 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാമൂഹ്യ പശ്ചാത്തലവും അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും, രാജാക്കന്മാരുടെ ദുഷ്പ്രഭുത്വവും, സാമ്പത്തികമായ ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിച്ച കാരണങ്ങളും ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. ആദ്യം സാമ്പത്തിക അസമത്വം എന്ന പോയിന്റാണ്, എക്കണോമിക് ഇനീക്വാലിറ്റിയാണ്. വൺ ഓഫ് ദ പ്രൈമറി ഡ്രൈവേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ വാസ് ദ ഗ്ലെയറിംഗ് ഇക്കണോമിക് ഇനീക്വാലിറ്റി പ്രിവൈലന്റ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി. ഫ്രഞ്ച് സമൂഹത്തിൽ നിലവിലിരുന്ന വളരെ തീക്ഷ്ണമായിട്ടുള്ള സാമ്പത്തിക അസമത്വം, സമ്പന്നന്മാർ അതിസമ്പന്നന്മാരായിട്ടും ദരിദ്രന്മാർ അതിദരിദ്രന്മാരായിട്ടിരിക്കുന്ന, ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സാമൂഹ്യ നീതി ഒട്ടുമില്ലാത്തൊരു അവസ്ഥ, ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഈ ഒരു പൊട്ടിത്തെറിയിലേക്ക്, ഈ ഒരു കലാപത്തിലേക്ക് സാധാരണക്കാരെ എത്തിച്ച സംഭവങ്ങളിലൊന്ന് അസമത്വമായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തിലെ ഈ ഭരണാധിപന്മാരെന്ന് പറയുന്നത് അന്നത്തെ ഓൾഡ് റെജീം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓൾഡ് റെജീമിലെ ഭരണാധിപന്മാരെന്ന് പറയുന്നത് വളരെ ദുഷ്പ്രഭുത്വം എന്ന് പറയുന്ന ആൾക്കാരാണ്. രാജാവാണ് ഫ്യൂഡൽ സമൂഹത്തിൽ നമുക്കറിയാം. രാജാവിൻ്റെ താഴെ പ്രഭുക്കന്മാർക്ക് താഴെ അവരുടെ സായുധ പോരാളികളായിട്ടുള്ള നൈറ്റ്സ്, അവർക്ക് താഴെയാണ് കർഷകരായിട്ടുള്ള പെസൻസ്. ഈ പെസൻസിൻ്റെ സേവനം ഈ നൈറ്റ്സിന് കിട്ടും. അവർ ഭക്ഷണവും സേവനവും ഒക്കെ പെസൻസ് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ജോലികളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ പെസൻസാണ്, അതായത് കൃഷിയിലൂടെ കാർഷികോൽപ്പന്നങ്ങൾ. ഈ നൈറ്റ്സിൻ്റെ സർവീസ് നോബിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മിലിറ്ററി സർവീസ്, ഇതൊക്കെയാണ്. നോബിൾസ് രാജാവ് എപ്പോൾ ആവശ്യപ്പെടുന്ന അവരുടെ കീഴിലുള്ള നൈറ്റ്സിനെയും കൊണ്ട് രാജാവിന് വേണ്ടി യുദ്ധത്തിന് തയ്യാറെടുക്കണം. രാജാവിൻ്റെ കീഴിൽ പെർമനൻറ്റ് ആർമിയില്ല. ഇങ്ങനെ ഒരു ഫ്യൂഡൽ, ഇതാണ് ഓൾഡ് റെജീമിൻ്റെ സിസ്റ്റം. അപ്പോൾ ഓൾഡ് റെജീം സിസ്റ്റം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അന്നത്തെ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ആ സോഷ്യൽ ഓർഡറും പൊളിറ്റിക്കൽ സിസ്റ്റവും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓൾഡ് റെജീം ഡിസ്ക്രൈബ്സ് ദ സൊസൈറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഫ്രാൻസ് ബിഫോർ 18th century. 18ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഫ്രാൻസിലെ അവസ്ഥയാണ് പറയുന്നത്. സൊസൈറ്റി വാസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു എസ്റ്റേറ്റ്സ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ആൻഡ് ഓർഡേഴ്സ് ആൻഡ് ഇറ്റ് വാസ് ദ അരിസ്റ്റോക്രസി ആൻഡ് ദ ചർച്ച് വിച്ച് കൺട്രോൾഡ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പവർ. ഫ്രാൻസിലെ സാമ്പത്തിക ശക്തിയും സാമൂഹ്യ ശക്തിയും നിയന്ത്രിച്ചിരുന്നത് കുലീന ജാതരായിട്ടുള്ള അരിസ്റ്റോക്രസിയും പിന്നെ സഭയുമായിരുന്നു, ക്രിസ്ത്യൻ ചർച്ചുമായിരുന്നു. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ ഫ്യൂഡൽ സിസ്റ്റം, അതായത് ഫ്യൂഡൽ സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ദാറ്റ് ഡേറ്റഡ് ബാക്ക് ടു മിഡിൽ ഏജസ്. മധ്യകാലഘട്ടത്തിലെ കഥയാണ് കേട്ടോ ഇത്. ഫ്യൂഡൽ പിരമിഡാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഇനി അതായത് ക്ലർജിയാണ് പുരോഹിതന്മാരെന്ന് പറയുന്നത്. രാജാക്കന്മാരുടെ താഴെ ക്ലർജി, നൊബിലിറ്റി, പ്രഭുക്കന്മാരുണ്ടായിരുന്നു. പ്രഭുക്കന്മാരുടെ താഴെയാണ് സാധാരണ ബൂർഷ്വ എന്ന് പറയുന്ന തൊഴിലാളി വർഗം, ആർട്ടിസൻസ്, പെസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് തൊഴിലാളി വർഗമാണ് 97% ആൾക്കാർ. ഈ പ്രഭുവർഗം വെറും 2% ഉള്ളൂ, പുരോഹിത വർഗം വെറും 1% ഉള്ളൂ. പക്ഷേ ഈ 1% വരുന്ന ആൾക്കാരൊക്കെയാണ് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെയാണ് 1ാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. രാജാവും ഒക്കെ അടങ്ങുന്ന സംവിധാനം. 2ാം എസ്റ്റേറ്റിൽ വരുന്ന നൊബിലിറ്റി അത് 2%. ഏറ്റവും കൂടുതൽ തേർഡ് എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാരായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓൾഡ് റെജീം എന്ന് പറയുന്നത് എന്താണ്?
ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്യൂഡൽ പ്രിവിലേജസ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ടാക്സ് സിസ്റ്റം. ഫ്യൂഡൽ പ്രിവിലേജസും പിന്നെ പഴഞ്ചൻ ടാക്സ് സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ബേർഡൻഡ് ദ പെസൻട്രി ആൻഡ് ദ എമർജിങ് മിഡിൽ ക്ലാസ്. പെസൻട്രിക്ക് കർഷകർക്ക് ഇത് വലിയ ഭാരം ഉണ്ടാക്കി. അതുപോലെ തന്നെ മധ്യവർഗത്തിന് രൂപപ്പെട്ടു വന്ന മധ്യവർഗത്തിന് അത് പ്രശ്നങ്ങളുണ്ടാക്കി. വൈൽ എക്സാംപ്റ്റിംഗ് ദ നൊബിലിറ്റി ആൻഡ് ക്ലർജി ഫ്രം ടാക്സസ്. പ്രഭുവർഗത്തെയും അതുപോലെ തന്നെ പുരോഹിത വർഗത്തെയും ടാക്സസിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ടാക്സ് അടക്കേണ്ട കാര്യമില്ല. കാരണം ആ ടാക്സ് അത്രയും പോരായ്മയുള്ള നികുതി മുഴുവനും ആരാണ്? കർഷകരിൽ നിന്ന് വാങ്ങിച്ചു. കർഷകരാണ് ഇതിൻ്റെയൊക്കെ ഭാരം താങ്ങേണ്ടി വന്ന ആൾക്കാർ, ആ ബേർഡൻ താങ്ങേണ്ടി വന്ന ആൾക്കാർ. ഇത് പഴഞ്ചൻ നികുതി സമ്പ്രദായമാണ്. ഫ്യൂഡൽ ആനുകൂല്യങ്ങൾ മുഴുവനും അപ്പോൾ തീർച്ചയായിട്ടും ആ മേളിലുള്ള സാമൂഹ്യ വിഭാഗത്തിനാണ് കിട്ടുക. സോ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓൾഡ് റെജീമിൻ്റെ കാലഘട്ടത്തിൽ ഫ്യൂഡൽ സൊസൈറ്റി പല രീതിയിലാണ് ആ ഫ്യൂഡലിസം കാണിച്ചത്. പേഴ്സൺസ് സോഷ്യൽ സ്റ്റാറ്റസ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇക്കണോമിക് പ്രിവിലേജസ്, ഇതെല്ലാം ഒരു വ്യക്തിയുടെ സാമൂഹ്യ പദവി, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമ്പത്തികമായ മെച്ചങ്ങളൊക്കെ നിൽക്കുന്നത് അയാൾ ഏത് എസ്റ്റേറ്റിലാണ് എന്ന് നോക്കിയിട്ടാണ്. ഫസ്റ്റ് എസ്റ്റേറ്റിലാണോ സെക്കൻഡ് എസ്റ്റേറ്റിലാണോ? ഇതാണ് ഫ്യൂഡൽ സമൂഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് ക്ലർജി. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ റോമൻ കാത്തലിക് ചർച്ച് ഓർ ക്ലർജി, പുരോഹിതന്മാരാണ്. ഫ്രം സ്മോൾ ടൗൺ പ്രീസ്റ്റ് ടു വെൽത്തി ആർച്ച് ബിഷപ്പ്. ചെറിയ കൊച്ചു പട്ടണങ്ങളുടെ പുരോഹിതന്മാർ മുതൽ സമ്പന്നന്മാരായിട്ടുള്ള ആർച്ച് ബിഷപ്പുമാർ വരെയുള്ള ആൾക്കാർ. ഇവർ വെറും 1% പോപ്പുലേഷൻ്റെ. അതിൻ്റെ താഴെയുള്ള 2% വരുന്ന ആൾക്കാർ ബിഷപ്സാണ്, ആർച്ച് ബിഷപ്സ്. വെരി വെൽത്തി ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, നോബിൾസ്. ഓൺലി ഓപ്പൺ ടു മെൻ ഓഫ് നോബിൾ ബർത്ത്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് തീർച്ചയായിട്ടും ഈ ബിഷപ്പുമാരൊക്കെ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരൊക്കെ ഫസ്റ്റ് എസ്റ്റേറ്റിലാണ് പെടുന്ന ആൾക്കാരാണ്. ഇത് മൊത്തം ഫസ്റ്റ് എസ്റ്റേറ്റിൻ്റെ കാര്യം പറയും. ഫ്രഞ്ച് പീപ്പിൾ റിക്വയർഡ് ടു പേ 10% ഓഫ് ഇൻകം ടു ചർച്ച്. അതായത് ദശാംശം കൊടുക്കുക എന്ന് നമ്മൾ പറയുന്നത്. അവരുടെ വരുമാനത്തിൻ്റെ 10% പള്ളിക്ക് കൊടുക്കണം ഫ്രാൻസിലെ മനുഷ്യർ. അതിന് ടിത എന്നാണ് പറയുന്നത്. ഈ ടിത കൊടുക്കണം അതിന് ഫ്രഞ്ച് ജനങ്ങളാണ്. ഇനി റെപ്രസെൻറ്റഡ് വെൽത്തി ബിഷപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എസ്റ്റേറ്റിലെ ആൾക്കാരൊക്കെ സമ്പന്നന്മാരായിട്ടുള്ള ബിഷപ്പുമാരാണ്. എലാബറേറ്റ് കത്തീഡ്രൽസ്, വമ്പൻ കത്തീഡ്രലുകൾ എന്ന് പറയുന്ന ദേവാലയങ്ങൾ, ആൻഡ് എക്സ്പെൻസീവ് വർക്ക് ഓഫ് ആർട്ട്. അതിനകത്തൊക്കെ പണം കൊഴുപ്പിൻ്റെ ചിലവേറിയ ആർട്ട് വർക്കുകൾ, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്നു. മോസ്റ്റ് പീപ്പിൾ നെവർ സോ എനി ബെനിഫിറ്റ് ഫ്രം ദ ടാക്സ്. അതായത് ഇവരുടെ നികുതിപ്പണം, സാധാരണക്കാരുടെ നികുതിപ്പണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിൽ നിന്ന് യാതൊരു പ്രയോജനവും ജനങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾക്കല്ല അവരുടെ നികുതിപ്പണം ചെലവഴിച്ചതെന്നർത്ഥം. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് ലീഡ് ചെയ്ത ഇങ്ങനൊരു റവല്യൂഷൻ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളായി. ദ ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഓൺ ദ ലോവർ ക്ലാസ്സസ്, താണജാതിക്കാരുടെ താണ വിഭാഗങ്ങളുടെ മേലുണ്ടായ സാമ്പത്തിക ഭാരം, ഈ ഞെരുക്കം, സ്ട്രെയിന്, എക്സർബറേറ്റഡ് ബൈ ക്രോപ്പ് ഫെയിലിയേഴ്സ്, ഇടയ്ക്കിടയ്ക്ക് വിളകൾ നശിച്ചു പോകുന്ന അവസ്ഥ, ആൻഡ് ഇക്കണോമിക് ഡൗൺ ടേൺ, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുക. ഇതൊക്കെ ക്രിയേറ്റഡ് വൈഡ് സ്പ്രെഡ് ഡിസ്കണ്ടന്റ് ആൻഡ് ഫ്യൂവൽഡ് റെവല്യൂഷണറി സെന്റിമെന്റ്സ്. ഇത് വ്യാപകമായ അതൃപ്തി കാരണമായി. അതുപോലെ തന്നെ വിപ്ലവ വികാരം ആളിക്കത്തിച്ച് ഫ്യൂവൽ ചെയ്തു എന്ന് വെച്ചാൽ അതിനുള്ള ഇന്ധനമായി മാറി. ഇനി ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് രണ്ടാമതൊരു പ്രശ്നം. ഫ്രാൻസ് ഫേസ്ഡ് സിവിയർ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ദ ലേറ്റ് 18th century. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫ്രാൻസ് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. പ്രൈമറിലി ഡ്യൂ ടു ദ എക്സ്ട്രാവാഗന്റ് സ്പെൻഡിങ് ബൈ ദ മൊണാർക്കി. ചക്രവർത്തി അല്ലെങ്കിൽ പ്രഭുവർഗം, രാജകീയ മനുഷ്യർ, അവരൊക്കെ ദുർച്ചലവായിരുന്നു. എക്സ്ട്രാവാഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ദൂർത്തടിച്ച് ചെലവഴിക്കുന്നതിനാണ് എക്സ്ട്രാവാഗൻ്റ് ആകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. ആൻഡ് ദ ഹെവി ഡെറ്റ് ഇൻകേർഡ് ഫ്രം വാർസ്. യുദ്ധങ്ങൾ നടത്തിയപ്പോൾ കനത്ത കടബാധ്യതകളൊക്കെ ഉണ്ടായി. യുദ്ധം നടത്താൻ വേണ്ടി വാങ്ങിച്ച കടബാധ്യതകൾ. പർട്ടിക്കുലർലി ദ 7 year വാർ. ഫ്രാൻസിൽ നടന്നൊരു മഹായുദ്ധമാണ് സപ്തവത്സര യുദ്ധം അഥവാ 7 year വാർ. അതൊക്കെ വലിയ കടത്തിലാണ് അവസാനിച്ചത്. ആൻഡ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി അതുപോലെ തന്നെ വേറൊന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതൊക്കെ ഫ്രാൻസിന് വലിയ കടബാധ്യത ഉണ്ടാക്കി. അറ്റംപ്റ്റ്സ് ടു റിഫോം ദ ടാക്സ് സിസ്റ്റം were met with the resistance from the privileged classes. അതായത് പ്രിവിലേജ്ഡ് ക്ലാസ്സിൽ നിന്ന്, അതായത് പ്രിവിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ഉന്നതവർഗം, 1ാം എസ്റ്റേറ്റ്, അവർക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയത് ടാക്സ് സിസ്റ്റത്തിൽ നിന്നാണ്. ഇവരുടെ ചെലവിനുള്ള പണം കണ്ടെത്തിയത്. ലീഡിങ് ടു ഫിസ്ക്കൽ ഡെഡ്ലോക്ക്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് സിസ്റ്റം റീഫോം ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ ഒന്നാമത്തെ ഫസ്റ്റ് എസ്റ്റേറ്റിലെ ആൾക്കാർ റെസിസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്തു വന്നു. അങ്ങനെ വന്നപ്പോൾ ദി ഇനബിലിറ്റി ടു അഡ്രസ് ദി ഇക്കണോമിക് ചാലഞ്ചസ്, സാമ്പത്തിക വെല്ലുവിളികൾ രാഷ്ട്രം നേരിടുമ്പോൾ അത് സംബോധന ചെയ്യാൻ, അതിനെ പരിഹരിക്കുവാനായിട്ട് കഴിയാതെ പോയി. കോൺട്രിബ്യൂട്ടഡ് ടു സിഗ്നിഫിക്കൻ്റ്ലി ടു ദ റെവല്യൂഷണറി ഫെർവർ. അങ്ങനെ വന്നപ്പോഴത്തേക്കും വിപ്ലവ അന്തരീക്ഷത്തിന് വർദ്ധിക്കുവാനായിട്ട് ഗണ്യമായ ഇത് കാരണമായി എന്ന് പറയാം. ദെൻ സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, സാമൂഹ്യ അനീതിയും അതുപോലെ തന്നെ രാജ്യത്തിലെ ഒരു ബഹളങ്ങളും കോലാഹലങ്ങളും ഒക്കെയാണ്, അസ്വസ്ഥതകളും ഒക്കെയാണ്. ദി ഫ്രഞ്ച് സൊസൈറ്റി ഓഫ് ദ ടൈം വാസ് മാർക്ഡ് ബൈ എ റിജിഡ് സോഷ്യൽ സ്ട്രക്ചർ. അന്നത്തെ കാലത്ത് ഫ്രഞ്ച് സമൂഹം എന്ന് പറയുന്നത് വളരെ കർശനമായ സാമൂഹിക സംഘടനയിലൂടെ കടന്നു പോവുകയായിരുന്നു. ദാറ്റ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അപ്വേർഡ് മൊബിലിറ്റി, അപ്വേർഡ് മൊബിലിറ്റിക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല, പരിമിതപ്പെട്ടു. എസ്റ്റേറ്റ്സ് ജനറൽ വിച്ച് റെപ്രസെൻറ്റഡ് ദ 3 സോഷ്യൽ ക്ലാസ്, എസ്റ്റേറ്റുകളിലെ പൊതുവെയും, അതായത് 3 സാമൂഹിക വിഭാഗങ്ങളാണല്ലോ, അതായത് ക്ലർജി, നൊബിലിറ്റി ആൻഡ് കോമണേഴ്സ്. ക്ലർജി ഒന്നാം എസ്റ്റേറ്റ്, നൊബിലിറ്റി രണ്ടാം എസ്റ്റേറ്റ്, ക്ലർജി പുരോഹിതവർഗം, പ്രഭുവർഗം രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ് സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരാണ്, കോമണേഴ്സാണ്. ഹൈലൈറ്റഡ് ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ പവർ. അവരൊക്കെ ഈ രാഷ്ട്രീയ അധികാരം തുല്യമല്ലാത്ത രീതിയിൽ ഒരു കൂട്ടരുടെ കയ്യിൽ മാത്രം വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനെ എതിർത്ത ആൾക്കാരാണ്. 3 എസ്റ്റേറ്റുകളിൽ പൊതുവെയും ഈ 3 തരം സോഷ്യൽ ക്ലാസ് അങ്ങനെ രൂപപ്പെട്ടു. ദ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റിംഗ് ദ കോമണേഴ്സ്, അത് 3-ാം എസ്റ്റേറ്റിൽ സാധാരണക്കാരാണ്. ഡിമാൻഡ് ഗ്രേറ്റർ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഈക്വാലിറ്റി, ഞങ്ങൾക്ക് ഭരണത്തെ കൂടുതൽ പ്രാതിനിധ്യം വേണം, ഞങ്ങൾക്ക് സമത്വം വേണം, സെറ്റിംഗ് എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു, ഡിമാൻഡ് ചെയ്തു. സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ റെവല്യൂഷണറി ഡിമാൻഡ്. അങ്ങനെ വിപ്ലവപരമായ ആവശ്യങ്ങൾക്കുള്ള വേദി ഒരുങ്ങി ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. സാമൂഹ്യനീതി വേണം, രാഷ്ട്രീയ മാറ്റം വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുടെ മുറവിളി ഉണ്ടായി. ഇനി 4ാമത് പറയുന്നത് എൻലൈറ്റൻമെൻറ്റ് ആൻഡ് ഐഡിയാസ്, അതായത് പ്രബോധോദയ കാലഘട്ടത്തിൻ്റെ ഒരു കുറേ നല്ല നല്ല അംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അന്നത്തെ ചിന്തകന്മാരും എഴുത്തുകാരും, വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ പോലുള്ള ചിന്തകന്മാർക്കും എഴുത്തുകാർക്കും സാധിച്ചു. പ്രബോധോദയ കാലഘട്ടമാണ് എൻലൈറ്റൻമെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. എൻലൈറ്റൻമെൻറ്റ് പീരീഡുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ചിന്തകന്മാർ ഫ്രാൻസിലുണ്ടായിരുന്നു, ജീവിച്ചിരുന്നു. വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ. ഇതിൽ റൂസോയെ കുറിച്ചൊക്കെ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരൊക്കെ എഴുത്തുകളും പ്രസംഗങ്ങളും ഒക്കെ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വിപ്ലവകരമായ ആശയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്നതിന്. ദർ എംഫസൈസ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, വ്യക്തിയുടെ അവകാശത്തിന് ഊന്നി പറഞ്ഞു. ഡെമോക്രസി, ജനാധിപത്യത്തിന് വേണ്ടി. ആൻഡ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതുപോലെ തന്നെ അധികാരത്തിൻ്റെ വേർതിരിവിന്. ഇൻഫ്ലുവൻസ്ഡ് എ ഗ്രേറ്റർ ജനറേഷൻ ഓഫ് ഇൻ്റലക്ച്വൽസ് ആൻഡ് ഇഗ്നൈറ്റഡ് എ ഡിസയർ ഫോർ പൊളിറ്റിക്കൽ റിഫോം. രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസയർ, ആഗ്രഹത്തെ അത് ആളിക്കത്തിച്ചു എന്ന് പറയാം. ഇനി എൻലൈറ്റൻമെൻറ്റ് ഐഡിയൽസ് ഫ്യൂവൽഡ് എ സെൻസ് ഓഫ് എംപവർമെൻറ്റ്. നവോത്ഥാന ആശയങ്ങൾ തീർച്ചയായിട്ടും സാധാരണക്കാരിലെ ഒരു ശാക്തീകരണത്തിൻ്റെതായിട്ടുള്ള ഇന്ധനം നിറച്ചു എന്ന് പറയാം. അത്തരത്തിലുള്ള ആദർശങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാം. എൻകറേജിങ് ദം ടു ക്വസ്റ്റ്യൻ ട്രഡീഷണൽ അതോറിറ്റി ആൻഡ് ഡിമാൻഡ് ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ട്രഡീഷണൽ അതോറിറ്റി, പരമ്പരാഗതമായ അതോറിറ്റി ആവശ്യപ്പെടുകയും അതോറിറ്റിക്കെതിരെ ചോദ്യം ചെയ്യപ്പെടണമെന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ മൗലികമായ മാറ്റങ്ങൾ രാഷ്ട്രീയ സംവിധാനത്തിൽ കൊണ്ടുവരണമെന്നും സാധാരണക്കാർക്ക് ചിന്തിക്കാനായിട്ട് അവർക്ക് ശക്തി നൽകിയെന്ന് പറയും. ഇനി ദുർബലമായ നേതൃത്വമായിരുന്നു ഈ ലൂയി 16-ാമൻ്റെ ഒക്കെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള മാറി അന്റോണിറ്റയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നേതൃത്വം, ഫ്രാൻസിൻ്റെ ഭരണം കൈയാളിയിരുന്നവർ. They proved inadequate in addressing the challenges France was facing. ഫ്രാൻസ് അന്ന് കടന്നു പോകുന്ന വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള കഴിവുള്ള പ്രാപ്തിയുള്ളവരായിരുന്നില്ല ലൂയി 16-നും അദ്ദേഹത്തിൻ്റെ റാണിയായിട്ടുള്ള മേരി അന്റോണിറ്റയും ഒക്കെ. ദർ ഇൻഡിസിസീവ്നെസ്, അതായത് ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിവില്ലായ്മ എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്നു. പെർസീവ്ഡ് എക്സ്ട്രാവാഗൻസ്, അതുപോലെ തന്നെ പണം ദൂർത്തടിക്കുന്ന സ്വഭാവമാണ് എക്സ്ട്രാവാഗൻസ്. ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ദ പ്ലൈറ്റ് ഓഫ് ദ കോമൺ പീപ്പിൾ, സാധാരണക്കാരുടെ ദുരിതങ്ങളിൽ നിന്ന് ഒരു ബന്ധവുമില്ലാതെ അകന്നു മാറി നിൽക്കുക, ഡിറ്റാച്ച് ചെയ്യുക. അതൊക്കെ ഈ ലൂയി 16-നെയും അദ്ദേഹത്തിൻ്റെ റാണിയായ മേരി അന്റോണിറ്റയും ഒക്കെ സാധാരണക്കാരിൽ നിന്ന് വല്ലാണ്ട് അകറ്റി. ദേ എറോഡഡ് കോൺഫിഡൻസ് ഇൻ ദ മൊണാർക്കി. അപ്പോൾ ജനങ്ങൾക്ക്, കോമൺ പീപ്പിളിന് ഇത് മൊണാർക്കിയിലുള്ള ചക്രവർത്തി ഭരണത്തിലുള്ള വിശ്വാസം തന്നെ ഒലിച്ചു പോകാനായിട്ട് കാരണമായി. ദി മൊണാർക്കീസ് ഇന്നബിലിറ്റി ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്
മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനായിട്ടുള്ള മൊണാർക്കിയുടെ ആ കഴിവില്ലായ്മ, ഇനബിലിറ്റി, ആൻഡ് ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ടു മീനിങ് റിഫോംസ്. അർത്ഥമില്ലാത്ത കുറേ പരിഷ്കാരങ്ങൾ, അർത്ഥവത്തായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ വെറുതെ എതിർക്കുക എന്ന അവരുടെ രീതി അണ്ടർമൈൻഡ് ഇറ്റ്സ് എ ലെജിറ്റിമസി. ആ ഭരണത്തിന് നിയമാനുസൃതത്വം നഷ്ടപ്പെടുത്തിയെന്ന് പറയാം. ജനങ്ങൾക്ക് അവരുടെ മേലിൽ യാതൊരു കരുണയും ഇല്ലാതായി. എന്തിനിവരെ നമ്മൾ സഹിക്കണം എന്ന് ജനങ്ങൾക്ക് തോന്നി. പ്രൊവൈഡിങ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ റെവല്യൂഷണറി ഫോഴ്സസ്. കാരണം 97% വരുന്നത് കോമണേഴ്സാണ്. അപ്പോൾ ഈ കോമണേഴ്സിന് എന്ത് ചെയ്യുകയാണ്, ഒരവസരം നൽകുകയാണ് ചെയ്യുന്നത് വിപ്ലവ ശക്തികൾക്ക് കരുത്തു പകരണമെന്ന്, ടു ഗെയിൻ മൊമെൻറ്റം, ശക്തി ആർജിക്കുവാനായിട്ട്. അടുത്തത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ്, രാഷ്ട്രീയ അസ്ഥിരതയാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് ദ ഫെയിലിയർ ഓഫ് സക്സസീവ് ഗവൺമെൻറ്റ്സ്. രാഷ്ട്രീയ അനിശ്ചിതത്വവും അതുപോലെ തുടർന്നു വന്ന ഗവൺമെൻറ്റുകളുടെ പരാജയവും ടു അഡ്രസ് ദ നേഷൻസ് പ്രോബ്ലംസ്. രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ സംബോധന ചെയ്യുന്നതിന് കോൺട്രിബ്യൂട്ട് ടു ദ റെവല്യൂഷണറി ഫെർവർ. ഇത് വിപ്ലവത്തിൻ്റെതായിട്ടുള്ള ആ മാനസികാവസ്ഥ സൃഷ്ടിക്കാനായിട്ട് കൂടുതൽ കാരണമായി. ദ കൊളാപ്സ് ഓഫ് ദ എസ്റ്റേറ്റ് ജനറൽ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ദ നാഷണൽ അസംബ്ലി മാർക്ക്ഡ് എ ടേണിംഗ് പോയിന്റ്. എസ്റ്റേറ്റ് ജനറൽ തകരുകയും ദേശീയ അസംബ്ലി രൂപപ്പെടുത്തുകയും ചെയ്തത് ഒരു വലിയ വഴിത്തിരിവായി. ലീഡിങ് ടു ദ സ്റ്റോമിംഗ് ഓഫ് ദ ബാസിൽ. ഒടുവിൽ ബാസിൽ എന്ന് പറയുന്ന കോട്ട പഴയൊരു കോട്ടയാണ്, അതിപ്പോൾ കോട്ടയായി ഉപയോഗിക്കുന്നില്ല. അതിനകത്ത് ജയിലാക്കി മാറ്റിയതിന് ശേഷം ഈ രാജഭരണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വിമർശകന്മാരെയൊക്കെ പിടിച്ച് ജയിലിലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാസിൽ ജയിൽ നിറഞ്ഞു എന്ന് പറയാം. ആ ബാസിൽ ജയിൽ ജനങ്ങൾ തകർക്കാൻ കാരണമായി. ഇവൻച്വൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഫ്രഞ്ച് റിപ്പബ്ലിക്. അങ്ങനെ അതാണ് ബാസ്റ്റിൽ ജയിൽ തകർക്കുന്ന സംഭവത്തെയാണ് സ്റ്റോമിംഗ് ഓഫ് ദ ബാസ്റ്റിൽ. ഒടുവിൽ ഫ്രഞ്ച് റിപ്പബ്ലിക് സ്ഥാപിക്കുകയാണ്. പ്രഭുക്കന്മാരെയൊക്കെ തലയറുത്ത് കൊന്നതിന് ശേഷം, ചോര ചിന്തിയ വിപ്ലവത്തിന് ശേഷം ഫ്രഞ്ച് റവല്യൂഷൻ നമ്മളെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ബ്ലഡി റവല്യൂഷൻ എന്നാണ്, രക്തരൂഷിത വിപ്ലവം എന്നാണ്. അതിനുശേഷം ജനങ്ങളുടെ സഭ ഫ്രഞ്ച് റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത്യന്തികമായി. ദ വാക്യൂം ഓഫ് ദ ഇഫക്റ്റീവ് ഗവർണൻസ്. ഫലപ്രദമായ ഒരു ഭരണം ഇല്ലായ്മ എന്ന ശൂന്യതയുണ്ടായി. ആൻഡ് ദ പീപ്പിൾസ് ഗ്രോയിങ് ഡിസൊല്യൂഷൻമെൻറ്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ജനങ്ങൾക്ക് ഈ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തോട്, അവരുടെ രീതികളോട് ആളുകൾക്ക് ആഗ്രഹം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതിലൂടെ ഡിസൊല്യൂഷൻഡായി അവർ. ഇതൊക്കെ എന്ത് ചെയ്തു, വിപ്ലവത്തിൻ്റെ സ്പിരിറ്റിനെ ഫ്യൂവൽ ചെയ്തു എന്ന് പറയാം, ഇന്ധനം പകർന്ന കാര്യങ്ങളാണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് പാരഗ്രാഫാണ്, കൺക്ലൂഷനാണ്. ഇൻ കൺക്ലൂഷൻ, ദ ഫ്രഞ്ച് റവല്യൂഷൻ ഓഫ് 1789 വാസ് എ കോംപ്ലക്സ് ആൻഡ് മൾട്ടിഫേസ്ഡ് ഇവൻറ്റ് ഡ്രിവൺ ബൈ ഇക്കണോമിക് ഹാർഡ്ഷിപ്സ്. സാമ്പത്തിക കഠിനതകൾ, സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹ്യ അസമത്വങ്ങൾ, ഇൻ്റലക്ച്വൽ ഫെർമെൻറ്റ്, ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു ഫെർമെൻറ്റ്, ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, രാഷ്ട്രീയ അസ്ഥിരത. ഇതിൻ്റെ ഒക്കെ അന്തിമ ഫലസമാപ്തി എന്ന് പറയാം ഈ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് ലീഡ് ചെയ്ത സംഭവങ്ങൾ ഇതെല്ലാമായിരുന്നു. ദ കൺവെർജൻസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ, ഒത്തുചേർന്നപ്പോൾ ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സ്റ്റോം ക്രിയേറ്റ് ചെയ്ത് ദാറ്റ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഓവർത്രോ ഓഫ് ദ ഓൾഡ് റെജിം. ആ പഴയ ഭരണത്തെ കടപുഴക്കി എറിയുകയും ആൻഡ് എമർജൻസ് ഓഫ് ന്യൂ ഇറ ഇൻ ഫ്രഞ്ച് ഹിസ്റ്ററി. ഫ്രഞ്ച് ചരിത്രത്തിലൊരു പുതിയ യുഗം പിറക്കാനായിട്ട് ഇത് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരു കാര്യമാണ്. ഈ പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള കണ്ടീഷൻ, എക്കണോമിക് ഇനീക്വാലിറ്റി, ഇതെല്ലാം നമ്മൾ ഉത്തരമായിട്ട് ഈ ചോദ്യത്തിന് പറയണം. ഫ്രഞ്ച് റവല്യൂഷൻ 1789 ആ സംഭവം, അതിലേക്ക് ലീഡ് ചെയ്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.